ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഗീവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെക്കുക. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ സ്റ്റാറ്റസ് വെക്കാൻ മറക്കരുണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ. നമുക്ക് ആദ്യം തന്നെ നല്ലൊരു കിടിലൻ മംഗൾസൂത്ര കാണാം അല്ലേ. ഇത് പിങ്ക് സ്റ്റോൺസ് വെച്ചിട്ടുള്ള മംഗൾസൂത്രയാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക്സ് ആണ് കേട്ടോ. ഈ ഹാങ്ങിങ്സിൽ വരുന്നത് നല്ല പിങ്ക് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് വരുന്നത്. ഇത്രയും സ്റ്റോൺ വർക്ക്സ് കംപ്ലീറ്റ് വരുന്നുണ്ട്. പിന്നെ കുഞ്ഞു ഷോർട്ട് ചെയിനിൽ വരുന്ന മോഡലാണ് മംഗൾസൂത്രയാണ് വരുന്നത്. ഇത് ബാക്കിൽ ഇതാണ് കേട്ടോ, എസ് കൊളുത്താണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന ചെയിനാണ് കേട്ടോ. അപ്പം മംഗൾസൂത്രം നോക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക. 390 അത്രേ വരുന്നത്. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. കണ്ടോ എത്ര സ്റ്റോൺ വർക്ക്സ് ആണ് ഇതിൽ വരുന്നതെന്ന് കണ്ടോ. നല്ല ഗോൾഡ് പ്ലേറ്റഡിന് മംഗൾസൂത്രമാണ്. ഇതിപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യാറുണ്ട്. അതേപോലെ കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇട്ടുകൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസും കൂടിയാണ്. ഇതാണ് അതിന്റെ ഹാങ്ങിങ്സ് ഉണ്ടോ. ഹാങ്ങിങ്സ് കംപ്ലീറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ വർക്ക് വരുന്നത്. 6 പിടിയുടെ ചെയിനാണ്. 6 പിടി എന്ന് പറയുമ്പോൾ 18 ഇഞ്ചാണ് വരുന്നത്. ലെങ്ത് കൂട്ടണമെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി, നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ 390 നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. കഴുത്തിൽ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ലുക്കാണ് കിട്ടുക. ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് സൽവാസിന്റെ കൂടെയും കുർത്തീസിന്റെ കൂടെ പോലും നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സാരീസിന്റെ കൂടെ ആയാലും സിമ്പിൾ ആയിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് ഐറ്റം. ഇപ്പോൾ വൈറ്റ് ഗോൾഡിന്റെ ബാംഗിൾസ് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ വൈറ്റ് ഗോൾഡിന്റെയും നമ്മൾ ഗോൾഡ് പ്ലേറ്റിന്റെയും കൂടി മിക്സ്ഡ് ആയിട്ട് ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഐറ്റം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് 2 ലെയറിലാണ് ഇത് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ പാറ്റേൺ വരുന്നത്. കഫ് മോഡൽ ബാംഗിൾസ് ആണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഈസിയാണ് വെയർ ചെയ്യാനായാലും. ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കയ്യിൽ ഇത് ഇങ്ങനെ കിടന്നോളൂ കേട്ടോ. ഇതാണ് പാറ്റേൺ വരുന്നത്. ഈസിയാണ് വെയർ ചെയ്യാനും, അതേപോലെ തന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ എടുത്തു വെക്കാനും തന്നെ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ലെയർ ആണ് വരുന്നത്. 2 ലെയറിന് 250 ആണ് വരുന്നത്. ഇതാണ് പാറ്റേൺ വരുന്നത്. ഇത് തന്നെ നമുക്ക് 3 ലെയറിൽ അവൈലബിൾ ആണ്. 3 ലെയറിലെ ബോൾസിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു ഗോൾഡ് പ്ലേറ്റഡിന്റെ പിന്നെ വൈറ്റ് ഗോൾഡിന്റെ നമുക്ക് ബോള് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് ഇങ്ങനെയാണ് പാറ്റേൺ 3 ലെയറിന്റെ വരുന്നത്. 3 ലെയറിന്റെ ഇത്രയ്ക്കും 3 ലെയർ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതായിട്ടാണ് വരുന്നത്. നല്ല തിന്നായിട്ടുള്ള ബാംഗിൾസ് ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടും. ഇതും കൂടി വെയർ ചെയ്ത് നമുക്ക് കാണാം. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈസിയാണ് വെയർ ചെയ്യാൻ. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെയാണ് കേട്ടോ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ലുക്ക്. ഇത് 299 ആണ് കേട്ടോ റേഞ്ച് വരുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ 2 ലെയറിന് നമുക്ക് 3 ലെയറിന്റെ അവൈലബിൾ ആണ്. ഇതാണ് 2 ലെയറിന്റെയും 3 ലെയറിന്റെയും വൈറ്റ് ഗോൾഡിൽ വരുന്ന ബാംഗിൾസ് ആണ്. ഇതാണ് കേട്ടോ പാറ്റേൺ. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണേ. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ്. ഇനി കാണിക്കുന്നത് നമ്മളെ സൂചി നൂലും കമ്മലാണ്. ഈ കളേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത്. പിന്നെ വരുന്നത് പെപ്സി ബ്ലൂ ആണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് ഗ്രീൻ ആണ്, ബോട്ടിൽ ഗ്രീൻ ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് വൈറ്റ് ആണ്, ഇത് റെഡ് ആണ്. ഇത് ബാക്കിൽ കണ്ടോ, ഇതിന്റെ സൂചി നൂല് കമ്മലിന്റെ ബാക്കിൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ബാക്കിൽ വരുന്നത്. സൂചി നൂലാണ്. അപ്പൊ നമുക്ക് വെയർ ചെയ്യാനൊക്കെ ഈസിയാണ് അല്ലേ. സ്ക്രൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെയർ ചെയ്യാനും കൂടി ഈസിയാണ്. അപ്പൊ ഇത്രയും കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. 5 കളേഴ്സിൽ ജസ്റ്റ് 110 വരുന്നു. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരെണ്ണത്തിന്റെ ഫുള്ളും എടുത്ത് കാണിച്ചു തരാം. ഇതാണ് വരുന്ന ഐറ്റം. ബാക്കിൽ ഇത്രയും നീളത്തിലാണ് സൂചി നൂലിന്റെ കമ്മലിന്റെ കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ഈ ചെവിയിലൂടെ ഇട്ട് കഴിഞ്ഞാൽ മതി. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പിടിച്ച് വലിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഈസിയാണ് വെയർ ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് സ്ക്രൂസോ സ്റ്റെഡ്സോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റിൽ സുഖമായിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഗോൾഡ് പ്ലേറ്റഡിന്റെ ആണ് വരുന്നത്. 110 വരുന്നുള്ളൂ. ഇതാണ് ബ്ലൂ കളർ വരുന്നത്. ബാക്കിയുള്ള 4 കളേഴ്സും കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 110 അഫോർഡബിൾ പ്രൈസും കൂടിയാണ്.
നമുക്ക് കുറച്ച് ലോക്കറ്റ്സ് കണ്ടാലോ. ഇതാണ് കേട്ടോ വരുന്നത്. സ്റ്റോൺ പാറ്റേണിൽ വരുന്ന ലോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റോൺ പാറ്റേൺ ഇല്ലാത്ത ലോക്കറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. കംപ്ലീറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇത് ഇങ്ങനെയാണ് റൗണ്ട് ഒരു നല്ല ഫ്ലവറിന്റെ ഒരു മോഡൽ പോലെ വരുന്ന ഒരു ലോക്കറ്റ് ആണ്. ഇത് ഇത്ര തന്നെ ആവശ്യത്തിന് വലിയ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് ഇടാനായിട്ട് മാലയുടെ കൂടെ. ഇത് 8 പിടിയുടെ മാലയിലൊക്കെ ഇട്ടാൽ നല്ല ഹൈലൈറ്റിംഗ് ആയിട്ട് കാണും കേട്ടോ. താഴെ നമുക്ക് കുറച്ച് ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് ഗോൾഡ് പ്ലേറ്റഡിന്റെ. അപ്പൊ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂവും ലുക്കും വരുന്നത്. ഇനി കാണിക്കുന്നത് നമ്മൾ വൈറ്റ് കളർ സ്റ്റോൺസ് വച്ചിട്ടുള്ള ലോക്കറ്റ് ആണ്. അതിന്റെ പാറ്റേൺ കണ്ടോ. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഓരോ സ്റ്റാർ ഡിസൈൻ ആണ് ഉള്ളിൽ വരുന്നത്. അതിന്റെ നടുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് പാറ്റേൺ വരുന്നത്. ഇതൊക്കെ നമുക്ക് 8 പിടിയുടെ മാലയുടെ കൂടെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഇത് 2 ഐറ്റംസ് ആണ് നമുക്ക് ലോക്കറ്റ്സിൽ വന്നിരിക്കുന്നത്. 220 അത്രേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് ലോക്കറ്റ്സ്. ഇനി നമുക്ക് ക്ലിയറൻസ് സെയിലിൽ ഒരു ലക്ഷ്മിയുടെ മാല കൊടുക്കാനുണ്ട്. ഒരു 5 to 6 പിടീൻ്റെ ഉള്ളിൽ വരുന്ന ഐറ്റം ആണ്. ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. 4 കോയിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നടുക്കുള്ള കോയിൻ അറ്റാച്ച്ഡ് ആണ്. പിന്നെ അവിടെയും ഇവിടെയുമായിട്ട് ഈ സൈഡും ആയിട്ട് നമുക്ക് ലക്ഷ്മിയാണ് കൊടുത്തിരിക്കുന്നത്. അതേ കോയിൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ബോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാറ്റേണിലാണ് ഈ ചെയിൻ വരുന്നത്. ഇത് ജസ്റ്റ് കണ്ടോ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. മൈന്യൂട്ടായിട്ട് ഇവിടെ ചെറുതായിട്ട് ഒരു കളർ പോയിട്ടുണ്ട്. അത് കാണാനും പോലും ഇല്ല, അതാണ് സത്യം. പക്ഷെ ചെറുതായിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ചെറുതായിട്ട് ഒരു ഇത്തിരി ഒരു കളർ പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് കാണത്ത് പോലും ഇല്ല. അത്രയ്ക്ക് മൈന്യൂട്ടായിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ക്ലിയറൻസിന് കൊടുക്കുകയാണ്. ഇതാണ് വരുന്നത്, കൊളുത്ത് വരുന്നത്. 5 to 6 പിടിയാണ് വരുന്നത്. അപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. 290 വളരെ അഫോർഡബിൾ ആണ്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ലക്ഷ്മിയുടെ കോയിൻ നെക്ലസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഐറ്റം. ഇവിടെയാണ് ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസ്കളറേഷനേ ഉള്ളൂ. അതൊരിക്കലും കാണത്ത് പോലും ഇല്ല. അത്രയ്ക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസ്കളറേഷൻ. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. 290 ആണ്. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. ബാക്കിൽ കോയിൻസ് ഇതെങ്ങനെയാണ് വരുന്നത്. പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് ഐറ്റം ക്ലിയറൻസിന് കൊടുക്കാനുള്ള ഐറ്റം. ഇനി നമുക്കൊരു അടിപൊളി ബ്രേസ്ലെറ്റ് കണ്ടാലോ. ഇതാണ് കേട്ടോ ബ്രേസ്ലെറ്റിന്റെ പാറ്റേൺ വരുന്നത്. നടുക്ക് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക്സ് ആണ് വരുന്നത്. പിന്നെ നടുക്ക് ബ്ലാക്ക് സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പാറ്റേണിലാണ് അതിന്റെ ഡിസൈൻ പോകുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ ചെയിൻ ആണ്. ചെയിൻ കണ്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് ഇതിൽ പറ്റും. ഇങ്ങനെയാണ് കണ്ണികൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഇതേപോലെ 2 ലെയറിന്റെ ചെയിൻ പാറ്റേൺ ആണ് പോകുന്നത്. ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് 220 അത്രേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡിന്റെ നമുക്ക് ബ്രേസ്ലെറ്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് 2-4 എന്ന സൈസിൽ പിരിയൻ ബാംഗിൾസ് അവൈലബിൾ ആണ്. ഇതാണ് പാറ്റേൺ വരുന്നത്. അത്യാവശ്യം മീഡിയം ആയിട്ടുള്ള ഒരു തിക്നെസ്സിൽ വരുന്ന ഒരു ബാംഗിൾ ആണ്. ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ കംപ്ലീറ്റ് പാറ്റേൺ വരുന്നത്. 2-4 സൈസുകാർക്കാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 2-4 സൈസുകാർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക. എന്നും മെഷർമെന്റ് ചെയ്യുമ്പോൾ നടുക്കിലേക്ക് വേണം മെഷർമെന്റ് ചെയ്യാനായിട്ട്. ഒരു സ്കെയിൽ വെച്ച് നോക്കുക. എന്നിട്ട് എത്ര ഉണ്ടെന്ന് നമ്മളോട് പറയണം കേട്ടോ. എന്നിട്ട് ഇതാണ് വരിക 5.6 to 5.7. അത് അങ്ങനെ ആയിരിക്കും വരിക ഡയമീറ്റർ. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. 1 പീസിന് 85 rupees അത്രേ വരുന്നുള്ളൂ. ഇതാണ് പാറ്റേൺ. ഇനി അതിന്റെ ലുക്കും കൂടി നമുക്കൊന്ന് കാണാം. വേറെ ഇത് വരുമ്പോൾ കയ്യിലേക്ക് ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് കിട്ടുക. എൻ്റെ 2-4 ആണ് സൈസ്. എനിക്ക് കറക്റ്റ് ആപ്റ്റ് ആണ്. ഇനി നമുക്ക് ഹാങ്ങിങ് ഇയറിംഗ്സ് കാണാം അല്ലേ. പേസ്റ്റൽ ഷെയ്ഡിൽ താഴെയുള്ള ഹാങ്ങിങ്സ് വരുന്നതാണ്. മഴത്തുള്ളിയുടെ പോലെ ഏകദേശം വരുന്ന ഒരു മോഡലാണ്. മേളിൽ ഇതാണ് വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ബാക്കിൽ സ്ക്രൂസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പാറ്റേൺ വരുന്നത്. ജസ്റ്റ് 120 വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ഹാങ്ങിങ് ഇയറിംഗ്സ് ആണ്. നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് രണ്ടും ഇടാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെയാണ് ഈ പാറ്റേൺ വരുന്നത്.
അതിൻ്റെ തന്നെ നമുക്ക് മെറൂൺ കളറും കൂടി അവൈലബിൾ ആണ്. മെറൂൺ സ്റ്റോൺസ് ആണ് മേളിൽ വരുന്നത്. താഴെ വരുന്നത് മെറൂൺ ക്രിസ്റ്റൽസ് ആണ് വരുന്നത്. ഇങ്ങനെ ഒരു കുഞ്ഞ് ഹാങ്ങിങ്സിന്റെ മോഡലിലാണ് വരുന്നത്. ബാക്കിൽ ഇതേപോലെ സ്ക്രൂസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ വേണമെങ്കിലും ഇടാനായിട്ട് പറ്റുമേ. അപ്പം നമുക്ക് ഇതൊക്കെ ജസ്റ്റ് സെക്കൻഡ് സ്റ്റെഡ് ആയിട്ടും അല്ലെങ്കിൽ മൂക്കുത്തി ആയിട്ടൊക്കെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഈ കമ്മലായിട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം, എങ്ങനെ വേണമെങ്കിലും നമുക്കത് മാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പം ഇത് ജസ്റ്റ് 110 അത്രേ വരുന്നുള്ളൂ. നല്ല ക്രിസ്റ്റൽസ് ആണ് കണ്ടോ, മെറൂണിഷ് റെഡ് ആണ് വരുന്നത് കളറ്. ഇതാണ് അപ്പോൾ 110 ഗോൾഡ് പ്ലേറ്റഡ് ഇയറിംഗ്സ് ആണ്. ഇതൊരു വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ആണ്. ഇത് ഫിക്സഡ് ആണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കുഞ്ഞു ഹാർട്ട് ഷേപ്പിന്റെ ആണ് വരുന്നത്. പിന്നെ താഴെയും ഹാർട്ട് ഷേപ്പ്, ഒരു കുഞ്ഞു പൂവിന്റെ ഡിസൈൻ ആണ് വരുന്നത്. ഇവിടെയൊക്കെ കണ്ടോ വൈറ്റ് സ്റ്റോൺസ് ആണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും സ്ക്രൂസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് വരുന്നത് 180 അത്രേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ റേഞ്ച് ആണ്. ഗോൾഡ് പ്ലേറ്റിന്റെ ഇയറിംഗ്സും കൂടിയാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് സ്റ്റോൺസ് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ. നമുക്ക് അടുത്ത പാറ്റേൺ കരിമണി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ പാറ്റേണിലാണ് വരുന്നത് 3 കരിമണിയുടെ മുത്ത്. അതേപോലെ തന്നെ ഈ ഇടയിൽ കയറുപിരിയുടെ മാലയുടെ മോഡലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് അതിന്റെ കംപ്ലീറ്റ് പാറ്റേണും പോകുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഒത്തിരി രസമാണ്. ഇത് അത്യാവശ്യം തിക്നെസ്സിൽ വരുന്ന ചെയിനാണ്. ഇതാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. 8 പിടിയുടെ മാലയാണ്. 8 പിടി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 24 ഇഞ്ചസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഗോൾഡ് പ്ലേറ്റഡിന്റെ കരിമണി മാല ഇതാണ് കേട്ടോ അടുത്ത പാറ്റേൺ വരുന്നത്. അതിന്റെ ഷൈനിങ് ഒക്കെ കണ്ടില്ലേ, നല്ല ഷൈനിങ്, നല്ല ഇതുള്ള ഐറ്റം ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ കംപ്ലീറ്റ്. ക്ലോസർ വ്യൂവും ഇതാണ്. ഇനി ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ബാംഗിൾസും കൂടി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ പാറ്റേണിലാണ് പോകുന്നത്. ബാംഗിൾസ് എന്ന് പറയുന്നത് 2 ലെയർ ആണ്. അതിന്റെ നടുക്ക് ഫുൾ സ്റ്റോൺ വർക്ക്സ് ആണ് വരുന്നത്. ഇവിടെ മാത്രം 2 സ്റ്റോൺ വർക്ക്സ് അടുപ്പിച്ച് ഇവിടെയും വരും. പിന്നെ എല്ലാം വരുന്നത് ഒറ്റ സ്റ്റോൺ വർക്ക്സ് ആണ് കേട്ടോ. കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക്സ് ആണ്. ഇടയിൽ കണ്ടോ നല്ല ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 24ലും 26ലും അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒന്നിച്ച് മേടിക്കണമെങ്കിൽ ഒന്നിച്ച് മേടിക്കാം. അപ്പോൾ ഒറ്റ ഷിപ്പിംഗിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും. ഗോൾഡ് പ്ലേറ്റഡിന്റെ ബാംഗിൾസ് ആണ്. അപ്പം അന്ന് കിട്ടാത്ത കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക. ഇത് ജസ്റ്റ് 250 അത്രേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. അതേപോലെ ഈ കരിമണിയുടെ മാല വരുന്നത് 650 അത്രേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. ഗോൾഡ് പ്ലേറ്റഡിന്റെ ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം വരുന്നത്. ഇനി അതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സും കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബ്രേസ്ലെറ്റിന്റെ പാറ്റേൺ വരുന്നത്. ഇത് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരു 8-10 വയസ്സുള്ള മക്കൾക്കൊക്കെ ധാരാളം ഇടാൻ പറ്റുന്ന പാറ്റേൺ ആണ്. 3 കരിമണിയുടെ മുത്തും അതേപോലെ 3 ഗോൾഡൻ കളർ മുത്തും. വട്ടം കണ്ടോ, അത് ഇത്രേ വരത്തുള്ളൂ. നമുക്കത് കുറച്ചും കൂടി കണ്ണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു 8 to 10 ഇയേഴ്സിലുള്ള മക്കൾക്ക് ധാരാളം ഇട്ട് കൊടുക്കാൻ പറ്റും. ആദ്യത്തെ കണ്ണിയിലിട്ട വട്ടം ഇത്രയാണ് കേട്ടോ വരിക. ഇതാണ് ജസ്റ്റ് 130 വരുന്നുള്ളൂ. ഗോൾഡ് പ്ലേറ്റഡിന്റെ ബ്രേസ്ലെറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇത് വലിയവരുടെ സൈസിൽ വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ്. ഒരു ക്രിസ്റ്റൽ മുത്തും ബ്ലാക്ക് ക്രിസ്റ്റലും ഒരു ഗോൾഡൻ ബീഡ്സും. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഈ കംപ്ലീറ്റ് പോകുന്നത് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് തന്നെ കണ്ണിൽ കൊടുത്തിട്ടുണ്ട്. കയ്യിൽ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ക്രിസ്റ്റൽസിന്റെ ഷൈനിങ് നല്ല ഭംഗിയാണ് കേട്ടോ. ഒത്തിരി വലിപ്പമുള്ള ക്രിസ്റ്റൽസ് അല്ല, ഒരു മീഡിയം സൈസ് ക്രിസ്റ്റൽസ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതാണ് പാറ്റേൺ വരുന്നത്. ജസ്റ്റ് 150 അത്രേ വരുന്നുള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. കണിമണിമാല വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇതാണ് അതിന്റെ ക്ലോസർ വ്യൂ. 8 പിടിയുടെ മാലയാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരുപാട് ഐറ്റംസ് കാണിച്ചു അല്ലേ. ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കോൾ ചെയ്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നിങ്ങൾക്കാവാം ആ സമ്മാനം കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വീഡിയോ കണ്ടതിന്. ഇനി പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.